ഹലോ, ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായല്ലേ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ട് നമുക്ക് വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ആരും എന്നെ മറന്നിട്ടില്ല എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ടൈഗർ പ്രോൺസ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് ഈ ടൈഗർ പ്രോൺസ് ഒന്ന് പൊരിച്ചെടുക്കിയാലോ. നമുക്ക് സെറ്റ് ഒരു ഫ്രൈ ഉണ്ടാക്കാം. കുറച്ച് മസാല, കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പ്രോൺസിലേക്ക് കുരുമുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ 3 ഐറ്റങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ആക്കുക. അതിനുശേഷം അത് നല്ലപോലെ മസാല പുരട്ടി കറക്റ്റാക്കി വെക്കുക. എല്ലാ പീസസിലും നല്ല രീതിയിൽ മസാല പുരണ്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് എന്താക്കുക, ഒരു സ്ക്യൂർ എടുത്തിട്ട് അതിലിങ്ങനെ കുത്തി നിർത്താം. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോൺസും ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ആഫ്റ്റർ മാരിനേഷൻ നമുക്കൊരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക, ആവശ്യത്തിന് ഓയിലിട്ട് അത് തിളച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞിട്ട് എന്താക്കുക, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എടുക്കുക. പീസസ് എടുത്ത് നമുക്ക് അതിലോട്ട് വെക്കാം. ഓക്കെ, ഈ പ്രോൺസ് നമ്മൾ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 5 മിനിറ്റ്സിൽ അപ്പുറത്തേക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് അപ്പുറവും ഇപ്പുറവും ഒന്ന് മുരിഞ്ഞ് വരണം. ഭയങ്കര ഡാർക്ക് കളർ വരണം എന്നൊന്നുമില്ല. അത്രയും വരുമ്പോഴത്തേക്കും പ്രോൺസ് എന്താക്കുക, വലിഞ്ഞിട്ട് റബ്ബർ പോലെ ആയിപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ഹാർഡ് വരും. അങ്ങനെ വരരുത്, കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കണം. അതുകൊണ്ട് പൊരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓവർ കുക്ക് ചെയ്യാതിരിക്കുക. ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് ഒരു 5 to 7 മിനിറ്റ്സിൻ്റെ ആവശ്യമേ ഈ പ്രോൺസ് പൊരിക്കുന്നതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതേപോലെ ഒന്ന് സെറ്റാക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഇതിവിടെ ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. നമുക്കിങ്ങനെ നല്ലപോലെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് സൈഡും കൂടി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താക്കുക, നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട്. ടൈഗർ പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.